നമസ്കാരം. IABHന്റെ 988 ദിന മലയാള വിഭാഗ വെബിനാർ ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന സംഘടന രൂപീകരിച്ചതിന് ശേഷം അതിഗംഭീരമായ മുന്നേറ്റമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ഡോക്ടർമാരെയും അതുപോലെ ഹോമിയോപ്പതി സ്നേഹികളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള 30 ദിവസങ്ങളിലെ തുടർച്ചയായിട്ടുള്ള വെബിനാറുകളാണ് ഇതിൽ ഏറ്റവും സവിശേഷമായത്. അതിൽ തന്നെ ഇന്ന് നടന്നത് 10ാമത്തെ ദിനമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹോമിയോപ്പതി നിരോധിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഓരോ രാജ്യത്തിൽ നിന്നും ഡോക്ടർമാരും അവിടെയുള്ള ഹോമിയോപ്പതി ആരാധകരും എത്തി അവരുടെ അനുഭവങ്ങൾ ഈ വേദിക്ക് പങ്കുവെക്കുന്നത്. നമ്മളുടെ ഫോറത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കൂട്ടായ്മ ഇവിടെയുള്ള സംഘടനകൾക്ക് ബദലാണോന്ന്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ബദലല്ല. നമ്മൾ എല്ലാവരും ഓരോ സംഘടനകളിലെയും അംഗങ്ങളാണ്. ആ സംഘടനയിൽ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഹോമിയോപ്പതി സാധാരണക്കാരിലെത്തിക്കുക, അതല്ലെങ്കിൽ ലോകത്തിലുള്ള വിവിധ ഹോമിയോപ്പതി ഡോക്ടർമാരെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് വലിയ ഒരു മുന്നേറ്റം ഹോമിയോപ്പതിക്ക് വേണ്ടി ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രാഥമിക ലക്ഷ്യം. അതൊക്കെ കൊണ്ട് തന്നെയാണ് നാം ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഏറ്റവും സവിശേഷമായ ദിനമാണ് നമ്മളുടെ 1000 ദിനം. അത് മെയ് 28 പക്ഷേ ടെക്നിക്കലായിട്ട് അതാണെങ്കിലും നമ്മൾ ആഘോഷങ്ങൾ പ്രത്യേകിച്ചൊരു ഒത്തുചേരലും കുറെ സെഷനുകളും ഒക്കെ നടത്തുന്നത് ജൂൺ 1 അത് നമ്മുടെ തിരുവനന്തപുരത്തെ ഗ്രാൻഡ് ഹയറ്റ് റീജൻസി എന്ന വളരെ പ്രശസ്തമായ ഒരു ചെയിൻ ഓഫ് ഇന്റർനാഷണൽ ഹോട്ടലുകളിൽ ഒന്നാണ്. തീർച്ചയായും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ക്വാളിറ്റി നമ്മൾ നിലനിർത്തുന്നുണ്ട്. അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ നല്ല ഒരു റെസ്പോൺസ് ഇപ്പോൾ നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഒരു അല്പം മൗനമൊക്കെ തോന്നിയെങ്കിലും ഇപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി. വളരെ നല്ല രീതിയിൽ ആൾക്കാരെല്ലാം രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു വരുന്നു. നമ്മൾ 200 പേരുടെ ഒരു ഓഡിറ്റോറിയമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിൽ കൊള്ളാനുള്ള ആൾക്കാർ ഈ ദിനത്തിനകം എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യ ഫസ്റ്റ് റൗണ്ടായിട്ട് ഫില്ല് ചെയ്യാൻ വെച്ചിരുന്ന ദിവസം 15-ാം തീയതി ഇന്നായിരുന്നുവെങ്കിൽ നമ്മളത് 20-ാം തീയതി വരെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഗവർണറുടെ ഓഫീസിൽ നിന്നുള്ള റെസ്പോൺസ്, ഫൈനൽ ഡിസിഷൻ എപ്പോഴും അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ലിസ്റ്റ് കൊടുത്താൽ മതി എന്ന് കഴിഞ്ഞ ദിവസം അവിടുന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം വളരെ ഗംഭീരമായ ചർച്ചകളാണ് ഇതിനുവേണ്ടി IABH ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ അതിഥിയായി ഇവിടെ എത്താം എന്ന് പറഞ്ഞിരുന്നത് ഡോക്ടർ പത്മപ്രിയയാണ്. പത്മപ്രിയ ഡോക്ടർക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതിനാൽ ഡോക്ടറുടെ പ്രസന്റേഷൻ അടുത്ത വ്യാഴാഴ്ചത്തേക്ക് മാറ്റി എന്നുള്ള ഒരു വിവരം കൂടി ഞാൻ വേദിയിൽ അറിയിക്കുകയാണ്. എന്തായാലും നമ്മളുടെ ഈ വേദിയിൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ നേരം നമ്മളോടൊപ്പം 2-3 കേസുകൾ പറയുന്നതിനായിട്ട് ശാന്താചന്ദ്രൻ ഡോക്ടർ റെഡി ആയിട്ടുണ്ട്. ഡോക്ടറെ ഞാൻ 5 മിനിറ്റ് മുമ്പാണ് ഈ കൺഫർമേഷൻ എടുത്തത്. അതുകൊണ്ട് അതിനിടയ്ക്ക് ഡോക്ടർ വരുന്ന മുറയ്ക്ക് നമുക്ക് അതിലോട്ട് പോകാവുന്നതാണ്. നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കുന്നതിനായിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുര്യത്തിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ സൂം മീറ്റിങ്ങിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന ഈ സമയത്ത് നമുക്കെല്ലാം വളരെ ജാഗരൂകരായിട്ട് ഒരുമയോടെ ഹോമിയോപ്പതി ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ വലിയൊരു മഹത്തായ പാരമ്പര്യം ആക്കി മാറ്റുന്നതിന് ഉള്ള വളരെ സമഗ്രമായൊരു ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ലോകത്തിൽ തന്നെ ഹോമിയോപ്പതി ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനുള്ള ആഗോളതലത്തിലുള്ള പ്രചരണം നടത്തുന്നത്. നമ്മുടെ കൂടെയുള്ള പല ഹോമിയോപ്പതി ഡോക്ടേഴ്സിനും ആഗോളതലത്തിൽ ഹോമിയോപ്പതി പ്രചരിപ്പിക്കുന്നതിനും ഈ നന്മയുടെ ശാസ്ത്രം മനുഷ്യന്റെ നന്മയ്ക്കാക്കി മാറ്റിയെടുക്കുന്നതിന് കേരളത്തിലെ ഹോമിയോപ്പസിനോ ആഗോളതലത്തിൽ നേതൃത്വം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊന്നും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ നമ്മുടെ കൊച്ചു ലോകത്ത് എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസൊക്കെ നടത്തി അന്നന്ന് ജീവിച്ചു പോകുന്ന തരത്തിൽ മാത്രം ചിന്തിച്ചാൽ പോരാ എന്നുള്ള ഒരു തിരിച്ചറിവും
ഇന്ന് ലോകത്ത് ഹോമിയോപ്പതിയുടെ ഈറ്റില്ലം കേരളമാണെന്നും അതിനാൽ തന്നെ ലോകത്ത് ഇത് പ്രചരിപ്പിക്കുന്നതിനും മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട് ഇതിനെ മാറ്റിയെടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ ഹോമിയോപ്പതി ഡോക്ടർമാർ ആണെന്നും ബോധ്യപ്പെടലും ഉത്തമ വിശ്വാസവുമാണ് ഈ ഒരു ആഗോളതലത്തിൽ ഇത് പ്രചരിപ്പിക്കുന്നതിന് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന സംഘടന തന്നെ മനുഷ്യന്റെ ഏറ്റവും നാശോത്മകമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ഇതിനെല്ലാം പ്രചോദനം നൽകിയതും നമ്മളത് ആരംഭിച്ച് അതിന് ചേർക്കാവുന്നവരെ എല്ലാം കൂട്ടി, പ്രത്യേകിച്ച് ഹോമിയോ ഡോക്ടർമാരെ മാത്രമല്ല, ഹോമിയോ സ്നേഹികളായിട്ടുള്ള, ഹോമിയോ വെൽവിഷേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ എല്ലാം ഉൾപ്പെടുത്തി, ഇതിൻ്റെ അകത്ത് ചേരാവുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി നമ്മൾ ബഹുജന മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു വിശാല കാഴ്ചപ്പാടിലും ആ ഒരു വിശാല മനസ്സോടും കൂടി തന്നെ വേണം IUPHന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ കാണുവാനായിട്ട്. വെറും നമ്മുടെ നാട്ടിൽ ഒത്തിരി സംഘടനകളുണ്ട്, അവരെല്ലാം അവരുടേതായ ആനുവൽ മീറ്റിങ്ങും നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ ഒതുങ്ങി കഴിയുമ്പോൾ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി അതിൻ്റെ പേരുകൊണ്ട് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ആഗോളതലത്തിലോട്ട് കടന്നു ചെന്ന് നേതൃത്വമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യവും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു മുന്നേറ്റവുമാണ്. അപ്പൊ ആ ഒരു ബോധ്യം IUPHുമായി സഹകരിക്കാൻ വരുന്ന എല്ലാവർക്കും ഉണ്ടാവണം. നമ്മൾ ജസ്റ്റ് 2 ടിപ്പ് കിട്ടുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടീസ് ഒന്ന് പുതുക്കുന്നതിനോ മാത്രമല്ല, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം നമുക്ക് കിട്ടിക്കൊള്ളും. ഇപ്പൊ ഞാൻ തന്നെ ഇതിലൊക്കെ ഇത്രയും ആവേശത്തോടെ ഇതിലൊക്കെ പങ്കെടുക്കുന്നതിനും ഇതിനൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിനും ഒക്കെ സാധ്യമായിട്ടുള്ള ഒരു ഛേദോവികാരം ഒക്കെ വരുന്നത് നമ്മൾ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ തന്നെ ഹോമിയോപ്പതിക് സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന ഒരു സംഘടനയിലൂടെയൊക്കെ പ്രവർത്തിച്ച് നമ്മൾ ആ ഒരു സമയത്ത് തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിലും പൊതുജന മധ്യത്തിലൊക്കെ ഹോമിയോപ്പതി പ്രചരിപ്പിക്കുന്നതിനും സ്റ്റഡി ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നതിനും പ്രഗത്ഭരായ ഡോക്ടർമാരെയൊക്കെ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ എടുപ്പിക്കുന്നതിനും ഒക്കെ, അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഫ്രീ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനും, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ വർഷവും നമ്മൾ ഫ്രീ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ സർവേകൾ നടത്തിയിരുന്നു. അങ്ങനെയൊക്കെ നടത്തിയ ആ പ്രവർത്തനങ്ങളാണ് ഇന്നും ഞാൻ ഫിലിപ്പീൻസിൽ ചെന്നിട്ടും അവിടെ ഹോമിയോപ്പതിയിൽ തന്നെ നിൽക്കുന്നതിനും അവിടെ അത് പല വൈതരണികളെ അതിജീവിച്ച് ഹോമിയോപ്പതി പ്രചരിപ്പിക്കുന്നതിനൊക്കെയുള്ള പ്രചോദനം കിട്ടിയതും ഹോമിയോപ്പതി ഇന്നും ആവേശമായി സൂക്ഷിക്കുന്നതും ഇവിടെ വന്ന ഈ കോവിഡ് കാലഘട്ടത്ത് ലോകാരോഗ്യ സംഘടനയും യുണൈറ്റഡ് നേഷൻസ് എല്ലാം കളക്റ്റീവായിട്ട് ഇപ്പൊ നമ്മൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ടാവും. ഇവിടെ നടക്കുന്ന നമ്മുടെ കുട്ടികളെയൊക്കെ 4 വയസ്സ് മുതൽ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം ആരംഭിക്കണമെന്നുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പുതിയ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഇതുപോലെ നമ്മൾ കരുതാത്ത, നമ്മളെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളും ആരോഗ്യ നേതൃത്വവും ലോകത്ത് നടത്തിക്കൊണ്ട് ഒരുപറ്റം ആളുകൾ ലോകത്തിന്റെ നെറുകയിലിരുന്നു കൊണ്ട് ലോക സമൂഹത്തെ മൊത്തം ചതിക്കുഴികളിൽ പെടുത്തി അവരുടെ സ്വാർത്ഥതയ്ക്കും ലാഭത്തിനും വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി തന്നാലാകുന്നത്, നമ്മളിലാകുന്നത് എന്തെങ്കിലും ഒക്കെ ചെയ്യാനുള്ള ത്വര ആണ് നമ്മളെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. അതറിഞ്ഞു വേണം നമ്മൾ IUPHനോട് സഹകരിക്കാനെന്നും ആ മഹത്തായ ലക്ഷ്യമാണ് നമ്മളെ എല്ലാം കൂട്ടിയോജിപ്പിച്ച് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ കൊണ്ടുപോകേണ്ടതെന്നും ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ഇതിനെല്ലാം അപ്ഡേഷൻ കൊടുക്കാമോ തീർച്ചയായും. രവീഷ് ഡോക്ടർ കിട്ടിയില്ലായിരുന്നു. നമ്മളിപ്പോഴ് പ്രധാനമായിട്ടും നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം തന്നെ ഷെഡ്യൂൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം രവീഷ് ഡോക്ടർ പറഞ്ഞു. ഇന്ന് ലേറ്റായി വന്നവരുടെ അറിവിലേക്ക് പറയുകയാണ്. ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ പത്മപ്രിയ ഡോക്ടർക്ക് പങ്കെടുക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം നമ്മൾ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ അധികം താമസിയാതെ നമ്മുടെ ശാന്തചന്ദ്രൻ ഡോക്ടർ 2 കേസുകൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്.
അതിനിടയിൽ നമ്മൾ ഡോക്ടർക്ക് വരുന്നത് വരെ കുറച്ച് സമയം ഹോമിയോപ്പതിയുടെ നമ്മുടെ ഈ സെമിനാറിന്റെ നമ്മുടെ ഈ ആഘോഷങ്ങളെ കുറിച്ചുള്ള ചർച്ചയിലോട്ടാണ് പോയിരിക്കുന്നത്. തീർച്ചയായും ആ സെഷൻ അടുത്ത ആഴ്ച തന്നെ ഈ വ്യാഴാഴ്ചത്തേക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അത് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാംസ് കറക്റ്റ് 9 മണിക്ക് തന്നെ തുടങ്ങും. ആ പ്രോഗ്രാംസ് 8:30 നമ്മൾ രജിസ്റ്റർ ചെയ്ത് എല്ലാവരും 9 മണിക്ക് തന്നെ ഷാർപ്പായിട്ട് തുടങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോവുകയുള്ളൂ. ആദ്യത്തെ 1 മണിക്കൂർ സെഷൻ സയന്റിഫിക് സെഷൻ ആയിട്ട് വരും. അതിനുശേഷമാണ് പിന്നീട് ഉദ്ഘാടന 11 മണി മുതലാണ് ഉദ്ഘാടനം നടക്കുന്നത്. ആ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വീണ്ടും ഒരു സയന്റിഫിക് സെഷൻ ഉണ്ടാവും. അതിനുശേഷം വീണ്ടും നമ്മൾ ലഞ്ചിലോട്ട് പോകും. അതിനുശേഷമാണ് വീണ്ടും അടുത്ത ഒരു സെഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. അതും കോളേജ് വിദ്യാർത്ഥികളുടെ ഒരു പ്രസന്റേഷന് വേണ്ടിയാണ്. വീണ്ടും നമ്മൾ 4 മണി മുതൽ ഒരു മണിക്കൂർ നേരത്തെയുള്ള ഒരു സംഗീത പരിപാടിയും അണിയിച്ചൊരുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ആരൊക്കെ പങ്കെടുപ്പിക്കണം, പരമാവധി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമവും IFBS നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് പങ്കെടുക്കുന്നതിനുള്ള എല്ലാ കോളേജിൽ നിന്നും ഏകദേശം ഒരു 12-13 കോളേജുകളാണ് നമ്മളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അത്രയും കോളേജിൽ നിന്ന് 2 വിദ്യാർത്ഥികൾ, ടോപ്പായിട്ടുള്ള 2 വിദ്യാർത്ഥികളെയോ അതല്ലെങ്കിൽ അതാത് കോളേജുകാർ നിർദ്ദേശിക്കുന്ന 2 വിദ്യാർത്ഥികളെയോ നമ്മളുടെ ചെലവിൽ അവർ പങ്കെടുപ്പിക്കുകയാണ്. കാരണം ഇത്രയും വലിയ ഒരു റേറ്റ് ഒക്കെ അവർക്ക് കൊടുക്കാനാവില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഈ കൂട്ടത്തിൽ സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടിയുള്ള ഒരു സ്പോൺസർഷിപ്പ് കൂടെ തരണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം നമ്മളുടെ വിദ്യാർത്ഥികൾ ഭാവിയിൽ ഹോമിയോപ്പതി സംരക്ഷിക്കാനായിട്ട് നിലനിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു സെഷൻ വെച്ചിരിക്കുന്നത്. ഗണേഷ് ഡോക്ടർ, ഒരു മിനിറ്റ്. രവീഷ് ഇപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ട്. പറയാം ഡോക്ടറെ, ഒരു മിനിറ്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഡോക്ടർ യാത്രയിലാണ്, അതുകൊണ്ട് ഇടയ്ക്ക് ബ്രേക്ക്. അതെ, പിന്നെ ഒരു 5 കുട്ടികളെ നമ്മൾ സെമിനാറിന് വേണ്ടി കോളേജിലെ PG സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. ഇത്രയാണ് ഇതിന്റെ അപ്ഡേഷൻ എനിക്ക് പറയാനുള്ളത്. ബാക്കി രവീഷ് ഡോക്ടർ പറയും. ഡോക്ടർ രവീഷ് സംസാരിക്കാം. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നമസ്കാരം. ധനേഷ് സാറ് ആൾറെഡി പറഞ്ഞതുപോലെ തന്നെ 13 സ്റ്റുഡൻസിന് BHM ടോപ്പേഴ്സിന് നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിഗേറ്റ്ഷിപ്പ് നമ്മൾ നൽകും. അതുപോലെ തന്നെ 5 PG വിദ്യാർത്ഥികൾക്ക് ഷോർട്ട് പേപ്പർ പ്രസന്റേഷൻ 5 മിനിറ്റ്സിന്റെ അതും നൽകുന്നതാണ്. അവർക്കൊരു വേദി നൽകും. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പ്രോഗ്രാമിലേക്ക് ഇപ്പൊ 9 സ്പീക്കേഴ്സ് ആൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വെറ്റിനറി ഹോമിയോപ്പതി മുതൽ ഹോമിയോപ്പതി കാർഡിയോളജി വരെ 9 സ്പീക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ നമ്മുടെ ഒരു ബ്രോഷർ നാളെ നമ്മൾ റിലീസ് ചെയ്യും. രജിസ്ട്രേഷൻസ് കുറച്ചുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കുറച്ചുകൂടി നമ്മളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. സ്പോൺസർഷിപ്പ് ഇനിയും കിട്ടുമോ എന്നുള്ളൊരു കാര്യം കൂടെ അല്ല രവീഷ്, അത് ആവശ്യമുണ്ടോ? തീർച്ചയായും. തീർച്ചയായും. കാരണം നമ്മളിപ്പോൾ 13 സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 13 അല്ല ഡോക്ടറെ, അത് 26 ആക്കി. 13 എന്നുള്ളത് ഒരു കോളേജിൽ നിന്ന്. കാരണം ടോപ്പറിനും ഫസ്റ്റും സെക്കൻഡും കൊടുക്കുന്നുണ്ട് അല്ലേ? അതല്ല, ഫസ്റ്റ് സെക്കൻഡോ അതല്ലെങ്കിൽ ആ കോളേജ് നിർദ്ദേശിക്കുന്ന 2 പേരോ അവർക്ക് എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ അത് ആ കോളേജുകാർ നിർദ്ദേശിക്കുന്ന 2 പേരെയോ വെച്ച് നമ്മൾ 26 പേരെയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ മറ്റേ 5 കുട്ടികൾ, നമ്മുടെ പ്രസന്റേഷൻ വരുന്ന 5 പേരും. ഓക്കെ സാറേ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് സ്പോൺസർഷിപ്പ് ആവശ്യമുണ്ട്. കാരണം ഇതുവരെ ഒരു ഓർഗനൈസേഴ്സും ചെയ്യാത്ത ഒരു വളരെ റിസ്ക് ആണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ ഉള്ളത്. നാളെ കൊണ്ട് ഏകദേശം നമ്മുടെ ബ്രോഷർ റെഡിയായി വരും. നമ്മൾ അതിന്റെ ഫൈനൽ സെറ്റിങ്ങിൽ ഡോക്ടർ രവീഷ് ഇന്ന് അതിന്റെ അണിയറ ഒരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു. ഞങ്ങൾ അതെല്ലാം കണ്ടിരുന്നു. കറക്ഷൻസ് ഒക്കെ ഏകദേശം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ അഡീഷണൽ ആയിട്ട് ശാന്തചന്ദ്രൻ ഡോക്ടറോട് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 10 തോന്നുന്നു. 10. അതെ. പിന്നെ ഒരു അഭ്യർത്ഥന ഉള്ളത്, എല്ലാവരും 8:30 തന്നെ എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് 5 മണിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പൊ അതുകൊണ്ട് 8:30 തന്നെ എല്ലാവരും എത്തണം. പിന്നെ ആൾറെഡി 40 പേരുടെ ഡെലിഗേറ്റ് ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവരവരുടെ കറസ്പോണ്ടിങ് ഡെലിഗേറ്റ് നമ്പർ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നമുക്ക് അത് രജിസ്ട്രേഷൻ ഈസി ആയിരിക്കും. ഒരു ലിസ്റ്റ് ഒരു അടുത്ത ഒരു 20-ൻ്റെത് ഇന്ന് രാത്രി തന്നെ ഞാനത് ഷെയർ ചെയ്യാം. ഓക്കെ, തീർച്ചയായും. അപ്പൊ ഇതോടെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരത്തെ സെമിനാറിനെ കുറിച്ചുള്ള ഏകദേശ ധാരണകൾ എല്ലാവർക്കും കിട്ടിക്കാണും. ഈ കൂട്ടത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയിരിക്കുന്നവരെല്ലാവരും തന്നെ കഴിയുന്നതും വേഗം രജിസ്റ്റർ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാതെ, എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ എന്നെ കൊണ്ട് ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ നിങ്ങൾ എല്ലാവരും കഴിവിന്റെ പരമാവധി തരണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് നമ്മുടെ ഒപ്പം നമ്മളുടെ ഹോമിയോപ്പതി ചികിത്സാനുഭവങ്ങളിലെ കുറച്ച് ഭാഗങ്ങൾ പങ്കുവെക്കാനായിട്ട് ശാന്തചന്ദ്രൻ ഡോക്ടർ റെഡിയാണ്. ഡോക്ടർക്ക് ചെറിയ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ വന്നിരുന്നു, ഇടയ്ക്ക് ഒരു വീഴ്ചയും അതോടെ കാലിന് ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി റെസ്റ്റിലായിരുന്നു. എന്നാലും ഈ കഴിഞ്ഞ 5 മിനിറ്റ് മുമ്പാണ് ഞാൻ ഡോക്ടറെ വിളിച്ച് നമുക്കൊന്ന് കുറച്ച് കഥകൾ പറയാം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഞാൻ വരാം, ഒന്ന് റെഡി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വരികയും നമുക്ക് വേണ്ടി ഇന്നത്തെ അതിഥിയായി വേദിയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരിയായ ഈ മഹിളാ രത്നത്തെ നമ്മുടെ ഈ വേദിയിലോട്ട്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. പെട്ടെന്നായതുകൊണ്ടേ ഇപ്പം കൂടെ അതൊന്ന് ക്യാമറ ഒന്ന് കറക്റ്റ് ചെയ്യാവോ, കാണാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. യെസ്. ഞാനിപ്പോ അയച്ചു തന്ന കേസ് പറയണോ അല്ലെങ്കിൽ വേറെ കേസ് പറയണോ ഡോക്ടറെ? ഡോക്ടർക്ക് അത് തന്നെ പറയണമെന്നില്ല, ഡോക്ടർക്ക് മനസ്സിൽ വരുന്ന ഏത് കേസും പറയാം. ഞാനിപ്പോ ഒരു കേസ് ഞാൻ പറയാം. അതായത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് ഈ ഡ്രഗ്സിനും പിന്നെ ലിക്കറും ഒക്കെ അഡിക്ഷൻ ആയിട്ടുള്ള ഒരു മോൻ എൻ്റെ അടുക്ക്, 28 വയസ്സുള്ള ഒരു മോൻ എൻ്റെ അടുക്ക് കഴിഞ്ഞ ജനുവരിയിൽ വന്നു. ഒരു പുതിയ ഇൻഫെർട്ടിലിറ്റി മാറ്റി പിടിക്കുക. ഡോക്ടറെ കേക്കാവോ? കേക്കാം. അപ്പൊ 28 വയസ്സ്. എന്താ ഡോക്ടറെ? നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം, തുടർന്നാ മതി, ഒരു കുഴപ്പമില്ല. 28 ഇപ്പൊ ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു കേസാണ് ഞാൻ പറയുന്നത്. 28 വയസ്സുള്ള ഒരു ഓൺലി സൺ, ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒരു മകൻ. അവന് ഒരു 5 വർഷമായിട്ട് അവൻ ലിക്വറിനും പിന്നെ എന്തുവാ മറുവാന, MDMA ഇങ്ങനെയുള്ള ഇതിനൊക്കെ അഡിക്ഷനായിട്ട് ഇരിക്കുന്ന ഒരു മോനെ എൻ്റെ അടുത്ത് ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞയച്ചു. അപ്പൊ അവര് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തൊക്കെ സൈക്യാട്രി മരുന്ന് കൊടുക്കാൻ തീരുമാനിച്ചപ്പോ ഈ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വന്നു. സൈക്കോളജിസ്റ്റ് എൻ്റെ അടുക്ക വിളിച്ച് ചോദിച്ചു, ഡോക്ടറെ നമുക്ക് ഇതിന്റെ ഈ അഡിക്ഷനൊക്കെ അവന് മാറണമെന്നൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഹോമിയോപ്പതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരട്ടേന്നോ. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ അവന് ഒറ്റ മോനാണ്, അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ ഹൗസ് വൈഫാണ്. എങ്കിലും അച്ഛൻ അവനെ പഠിപ്പിച്ചു, IT വരെ പഠിപ്പിച്ചു. പിന്നെ ബിടെക്കിന് വിട്ടിട്ട് അവൻ കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ അവന് ഒരു ജോലിക്കൊക്കെ പോയി തുടങ്ങി. ഏതാണ് ജനറേറ്റർ സർവീസ്, അതിനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതിനൊക്കെ ഇത്രയും കഴിഞ്ഞാൽ എന്തൊക്കെ അഡിക്ഷൻ, ഇതിലൊക്കെ അഡിക്ഷനായി. പിന്നെ ഇപ്പൊ പെട്ടെന്നൊരു വയറുവേദന വന്നു. അപ്പൊ പോയി ഹോസ്പിറ്റലിൽ പോയി, മെഡിക്കൽ ട്രസ്റ്റിൽ പോയി ചെക്ക് ചെയ്തപ്പോ ഫാറ്റി ലിവറാന്ന് പറഞ്ഞു. അപ്പൊ പേടിയായി, ഇനി ക്യാൻസർ ആണോ അങ്ങനെയൊക്കെയായി. അങ്ങനെയാണ് ഈ സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു എന്തൊക്കെയാ മോന്റെ പ്രശ്നം, എനിക്കൊന്ന് മോചനം വേണം പിന്നെ ഡോക്ടറെ. പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഇതിപ്പോ ഞാൻ കുറവാണ് ശാന്ത ഡോക്ടർ, കേൾക്കാവോ? ഒരല്പം കൂടെ ഉറച്ച് പറയാമോ? ഇതിന്ന് ഈ ഡ്രഗ്സ് ഇപ്പൊ കേൾക്കാവോ? കറക്റ്റ്. That is your problem. Okay. You have over loud sound. I think it is your problem. ശരിയായോ? ഓക്കെ. അപ്പൊ ഈ ഡ്രഗ്സ് എന്നൊക്കെ എനിക്കൊരു മോചനം വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്ക വന്നത്. ഞാനപ്പോ ഇവന്റെ എന്താ നിനക്ക് പ്രോബ്ലം എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യം വരും. ദേഷ്യം വന്നാൽ അച്ഛനാണെന്നില്ല അമ്മയാണെന്നില്ല നല്ലപോലെ തെറി പറയും, കയ്യിൽ കിട്ടുന്നൊക്കെ എടുത്ത് എറിയും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഫസ്റ്റില് ഇത്രയും ഡ്രഗ്സും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നക്സോമിക്ക സിഫിലിനും 10 ഞാൻ വന്നപ്പോ തന്നെ ഒരു ഡോസ് എടുത്ത്
അവനങ്ങ് കഴിക്കാൻ കൊടുത്തു സിഫിലിനും 10. അത് കഴിഞ്ഞ് നക്സോമിക്ക 1 ounce വെള്ളത്തിൽ ഡിസ്റ്റിൽഡ് വാട്ടറും RSും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഒരു 10 തുള്ളി ഇട്ടിട്ട് അത് ഡെയിലി 10 ഡ്രോപ്പ് വെച്ചിട്ട് ദിവസം 3 നേരം കഴിക്കാൻ പറഞ്ഞു. പിന്നെ കാർഡസ് ടിഞ്ചറും കാൽമിക് ടിഞ്ചറുമാണ് 10 ഡ്രോപ്പ് വെച്ച് കഴിക്കാൻ പറഞ്ഞു. ആ മോൻ എൻ്റെ അടുക്ക വന്നത് 31/1/23 വന്നത്. പിന്നെ അതുകൊണ്ട് പോയി. പിന്നെ ഞാൻ ആളെ കണ്ടില്ല. അപ്പൊ ഇപ്പൊ 20/3/23 വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇപ്പൊ കഴിക്കണം തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ ഡ്രഗ്സ് ഒന്നും വയ്ക്കണം തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോ 2 മാസം കഴിഞ്ഞിട്ടല്ലേ വന്നത്. അപ്പൊ ഞാൻ വീണ്ടും ഒരു ഡോസ് സിഫിലിനും 10 കൊടുത്തു. 10 കൊടുത്തിട്ട് നക്സോമിക്ക കണ്ടിന്യൂ ചെയ്തു. ഈ ടിഞ്ചറും ഒക്കെ തന്നെ കണ്ടിന്യൂ ചെയ്തു. സിഫിലിന് ഞാൻ 10 4 ഡോസ് കൊടുത്തു വിട്ടു, 15 ദിവസം ഗ്യാപ്പിൽ കഴിക്കാം. എനിക്ക് ഒരുപാട് സന്തോഷം തന്നൊരു കേസാണ്. 12/5 ദാറ്റ് മീൻസ് ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ അടുക്ക വന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നു. ഡോക്ടറെ എനിക്ക് ഇപ്പൊ ഡ്രിങ്ക്സ് കഴിക്കണ്ട, പിന്നെ ഡ്രഗ്സ് എന്തുവാ എനിക്കറിയാൻ പാടില്ല, നാക്കിന്റെ അടിയിൽ ഒരു വയ്ക്കുന്ന ഒരു സാധനം MDMA എന്നോ മരിജുവാന എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഇതൊന്നും എനിക്ക് ചെയ്യണ്ട, എനിക്ക് ഡോക്ടറോട് ഒരുപാട് നന്ദിയുണ്ട്, എനിക്കിനി പഠിക്കണം. ഞാൻ ചോദിച്ച മക്കളെ നിങ്ങൾ അച്ഛനും അമ്മയും മോനും ഒക്കെ കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുവോ എന്നൊക്കെ ചോദിച്ചു. അത് ആ സംഭവം എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു ഇനി ചെയ്യണം, നിന്റെ അച്ഛനും അമ്മയും ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ചു, എന്നിട്ട് നീ അതിനുള്ള റിവേഴ്സ് കൊടുക്കണം. ഇപ്പൊ അവൻ ഇന്നലെ 12-ാം തീയതി വന്നിട്ട് ഐ എം വെരി ഹാപ്പി. ഒരു മോനെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാനിപ്പോ അവന് കൊടുത്തിരുന്നത് ബാച്ച് ഫ്ലവർ റെമഡീസും കൂടെ ഞാൻ കൊടുത്തിരുന്നു. എന്താന്ന് വെച്ചാൽ ഇംപേഷ്യന്റ്, ചെസ്നട്ട് ബഡ്, വൈൽഡ് ഓട്സ്, ചെറി പ്ലം ഇതും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇന്നലെ പോയി IIT ചേർന്നു. ഇനി അവന് ജർമ്മനി പോകണം, BTech കംപ്ലീറ്റ് ആക്കണം, പഠിക്കണം, ഞാനൊരു നല്ല മനുഷ്യനാവണം, എൻ്റെ അച്ഛനും അമ്മയും വേദനിപ്പിച്ചതിന് എനിക്ക് അതിനുള്ള പകരം അവർക്ക് സന്തോഷം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു മോനെ ഇപ്പൊ ആ സൈക്കോളജിസ്റ്റ് എൻ്റെ അടുക്ക ഞാൻ വിടുന്നുണ്ട്. അപ്പൊ അവര് കുറച്ച് തെറാപ്പി മെഡിറ്റേഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും അവൻ അതില് ചെയ്യുന്നുണ്ട്. ഞാനും ഹാപ്പി, ആ മോനും ഭയങ്കര ഹാപ്പി. ഇതാണ് ഒരു കേസ്. അപ്പൊ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കുട്ടികൾ വരുമ്പോൾ നമുക്കിത് കൊടുക്കാം. അപ്പൊ ഇപ്പോഴുള്ള ഡൗട്ട് എൻ്റെ ഫാറ്റി ലിവർ മാറുമോ, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആവും, ഒന്നുമില്ല എന്നൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആയോ ഡോക്ടറെ? ക്ലിയർ ആണ് ഡോക്ടറെ, ക്ലിയർ ആണ്. കേക്കാം. ഇനി ഒരു കേസ്, ഒരു പഴയ കേസാണ്. അത് 2 പേരും ഹസ്ബൻഡും വൈഫും എഞ്ചിനീയേഴ്സാണ്. അവര് പഠിച്ചിരുന്ന കാലം തുടങ്ങി എന്നെ പ്രേമിച്ച് നടന്നു, കല്യാണം കഴിച്ചു. നല്ല സുന്ദരിയായ ഭാര്യ, അതുപോലെ അയാളും ഭയങ്കര സുന്ദരനാണ്. കല്യാണം കഴിച്ച എൻ്റെ അടുത്ത് ഒരു 5 വർഷം മുമ്പുള്ള കേസാണിത്. അപ്പൊ ഇവര് 22 വയസ്സുള്ളൊരു മോനുണ്ട്, 18 വയസ്സുള്ളൊരു മോളും. ലവ് മാരേജ്, 2 പേരും കൂടെ ജോലി ചെയ്യുന്നു. അപ്പൊ ഒരു സുപ്രഭാതത്തില് അയാൾക്കൊരു സൈഡ്, ഒരു എക്സ്ട്രാ മറൈറ്റൽ ഒരു റിലേഷൻഷിപ്പ്. അപ്പൊ ഇവർക്ക് ഈ ഭാര്യയ്ക്ക് ഒട്ടും സഹിച്ചില്ല. അവരൊരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട്, മക്കൾ 2 പേരും പുറത്താണ് പഠിക്കാനായിട്ട്, ഒരാൾ ബാംഗ്ലൂര്, ഒരാള് പുറത്ത് വേണം. അപ്പൊ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇത്രയും വർഷം സ്നേഹിച്ച് നടന്ന് ഞങ്ങള് കല്യാണം കഴിച്ചു. എന്നിട്ട് എന്നെ ചതിച്ചില്ലേ ഡോക്ടറെ, എനിക്ക് ഇനി ജീവിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവരിറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നപ്പോ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്കുള്ള ഒരു ബസ് കണ്ടു. മരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ അവര് വേഗം വിചാരിച്ചു എന്തായാലും ഡോക്ടറോടൊന്ന് പറഞ്ഞിട്ട് മരിക്കാം എന്ന് വിചാരിച്ച് അവര് വന്നു രാവിലെ വന്നു കഴിഞ്ഞപ്പോ അപ്പൊ ഹസ്ബൻഡ് ഉറങ്ങുക വീട്ടിൽ. അപ്പൊ അയാള് വെള്ളമടി തുടങ്ങി വേറെ റിലേഷൻഷിപ്പ് ആയപ്പോഴത്തേക്ക് ഇവര് വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറി വന്നിട്ട് ചോദിച്ചു ഡോക്ടറെ, അപ്പൊ എനിക്ക് വേറെ പേഷ്യൻസ് ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ പറഞ്ഞു ഇരിക്കേട്ടോ. അത് വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര കരഞ്ഞ് സങ്കടപ്പെട്ട് ഇരുന്നിട്ട് പിന്നെ ആ പേഷ്യന്റ് ഒക്കെ പോണ വരെ ഇരുന്ന് എനിക്ക് ഡോക്ടറോട് ഇത്തിരി നേരം സംസാരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് മരിക്കണം, എനിക്കിനി ജീവിക്കണ്ട, ഞാൻ ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ഇഷ്ടപ്പെട്ട് ഇത്രയും വർഷം ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് എന്നെ അയാൾ ചതിക്കുമായിരുന്നില്ല, എനിക്കിനി ജീവിക്കണ്ട. ഞാൻ പറയാം എന്തായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാം ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ വിളിച്ചു കൊണ്ടുപോയി ഇരുത്തി ചായയൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ എനിക്കും പേടിയായി. ഇനിയിപ്പോ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിട്ടാൽ അവര് വല്ലയിടത്തും പോയി പാലത്തിൽ നിന്ന് ചാടുകയോ വല്ലതും ചെയ്തെങ്കിലോ എന്ന് എനിക്കൊരു പേടിയായി. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഞാൻ അവരുടെ പഴയ കേസ് ഷീറ്റൊക്കെ തപ്പി പിടിച്ച് ഇവരെ ചായയൊക്കെ കൊടുത്ത് ഇവിടെ ഇരുത്തിയിട്ട് എനിക്ക് എന്ത് കൊടുക്കണമെന്നുള്ളൊരു എന്ത് മരുന്ന് കൊടുക്കാനും ഞാനും അങ്ങ് വെപ്രാളപ്പെട്ട്. അപ്പൊ ഞാന് ഒരു ഡോസ് ഇഗ്നേഷ്യ കൊടുത്തു. കരയാനും തോന്നണില്ല, ചിരിക്കാനും തോന്നണില്ല, നിസ്സംഗമായിട്ടിരിക്കുന്ന എനിക്കിനി ജീവിക്കണ്ട. എനിക്കിങ്ങനെ ഓർമ്മറ്റ് കൊടുക്കണോ, സ്റ്റാഫിസാഗരി കൊടുക്കണോ, ഇഗ്നേഷ്യ കൊടുക്കണോ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. എന്തായാലും ഒരു ദിവസം ഇഗ്നേഷ്യ കൊടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവരറിയാതെ ഞാൻ പോയി എൻ്റെ ഹസ്ബൻഡിനെ പോയി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒന്ന് എൻ്റെ വീട് വരെ വരണമല്ലോ, എന്തെടുക്കുക ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. എൻ്റെ ഭാര്യ എന്ത് അവളിവിടെ വല്ലയിടത്തും കാണും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു അത്യാവശ്യം എൻ്റെ എന്നെ ഒരു ഹെൽപ്പ് ചെയ്യാവോ, ഒന്ന് വരാവോ എന്ന് ചോദിച്ചു. ഞാൻ വരാല്ലേ, ഞാൻ ഡോക്ടറൊക്കെ വന്നില്ലേ, പിന്നെ ഞാൻ ഡോക്ടർ എന്താ കാര്യം പറഞ്ഞു. ഞാൻ പറയും ഇവിടെ വന്നിട്ട് ഞാൻ പറയും. ഞാൻ വൈഫിനോട് പറഞ്ഞില്ല, വൈഫിനെ വിളിച്ച് ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുക്കം വർത്താനം പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ട് എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യായിരുന്നു എന്ത് ചെയ്യണമെന്ന്. ഹസ്ബൻഡ് വന്നു. ഹസ്ബൻഡ് ഒരു വിളിച്ചിട്ട് ഏതാണ്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, അതിൽ ഉറങ്ങുമായിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരണം. വന്നു, അവളെ കാണുന്നില്ല, ചെന്നാ വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അയാളോട് ചോദിച്ചു എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് കുറച്ച്. അപ്പൊ വൈഫ് ഇപ്പുറത്ത് ഇരിപ്പുണ്ട്, വൈഫിനെ അറിയാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വൈഫ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, എന്താ പ്രശ്നം ഉണ്ടായെന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാ ഡീറ്റെയിലൊക്കെ പറഞ്ഞ് രണ്ടുപേരെ കോംപ്രമൈസ് ചെയ്യിച്ച് ഞാൻ അയാൾക്കും ഞാൻ കൊടുത്തതിന്റെ ആട്രമൂറ കൊടുത്തത് 10. അപ്പൊ തന്നെ ഒരു ദിവസം ആട്രമൂറ് ഒരു പാർട്ട്ണർ ഉണ്ട്, എന്നിട്ട് വേറൊരു പാർട്ട്ണറെ കണ്ടുപിടിച്ചെന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത് ആട്രമൂറ് 10 കൊടുത്തിട്ട് ഒരു 50 ഒരു CM ഞാൻ കയ്യിൽ കൊടുത്തു. നാളെ മറ്റന്നാളും കൂടെ കഴിക്കുന്നതാണ്. അങ്ങനെ ഈ ലേഡിക്ക് ഞാൻ കൊടുത്തത് സ്റ്റാർ ഓഫ് ബെത്ലഹേം കൂടെ കൊടുത്തിട്ട് രണ്ടുപേരെയും കൂടി ഇരുത്തി. അപ്പൊ ഞാൻ ഒരു വൈഫ് എൻ്റെ അടുത്ത് ഇനി ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഇപ്പൊ 5 വർഷം കഴിഞ്ഞു, ഇപ്പൊ ഹാപ്പി ആയിട്ട് അവര് കഴിയുന്ന എൻ്റെ ആട്രമൂറിൽ തന്നെ അവര് ക്ലിയർ ആയി. പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കേസ് ഓർക്കാൻ കാര്യം എനിക്കിപ്പോ കാല് വയ്യാതെ ഞാനിവിടെ കിടക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം അവര് ഈ വഴി പാസ് ചെയ്തപ്പോഴത്തേക്ക് വിചാരിച്ച് ഡോക്ടർ 6 മണിയായി, എന്നാലും ഡോക്ടർ ഇവിടെ ഉണ്ടോ ഇല്ല, ജസ്റ്റ് ഡോക്ടറിന്റെ വീട്ടിൽ കൂടെ ഒന്ന് കയറിയിട്ട് പോകാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കയറി വന്നതാ. അതാ ഞാനിപ്പോ ഈ കേസ് ഓർക്കാൻ കാര്യം. അപ്പൊ ഒരു ആത്മഹത്യന്ന് അവരെ രക്ഷിക്കാൻ പറ്റി. ഭയങ്കര സന്തോഷമായി. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറയാം ഡോക്ടറെ ഞങ്ങൾ ഓർത്തപ്പോ തന്നെ ഡോക്ടർക്ക് ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ ഒത്തിരി നേരം രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിച്ച് കാല് വയ്യാലോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷമായിട്ട് പോയി അവര്. അപ്പൊ അതൊരു സന്തോഷം. അങ്ങനെ ഒരു കേസ് ക്ലിയർ ആയ. അപ്പൊ നമ്മുടെ ഹോമിയോപ്പതിക്ക് നന്ദി, ഹനുമാന് നന്ദി, നാട്രമൂറിന് നന്ദി, ഇഗ്നേഷ്യക്ക് നന്ദി. നാട്രമൂറ് കൊണ്ട് തന്നെ അവര് ക്ലിയറായി. ഈശ്വരന് നന്ദി. ഇനിയിപ്പൊ ഞാൻ 2 കേസ് ഞാൻ ധനേഷ് ഡോക്ടറിന് അയച്ചിട്ടുണ്ടായിരുന്നു. ആ കേസാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണോന്ന് എനിക്ക് ഓർമ്മയില്ല. സമയമുണ്ടോ പറയാൻ? ഡോക്ടർ പറയൂ. അതായത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷം കഴിഞ്ഞൊരു പേഷ്യന്റ് ആണ്. അവര് ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. അവസാനം IVF-ന് പോയി. IVF-ന് പോയപ്പോ AMH കുറവ്. പിന്നെ അത് വെച്ചിട്ട് അവർക്ക് IVF ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരുടെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ആ കേസ്. ഞാനത് ഡിപ്രസ്ഡ് ആയിട്ട് അവര് വന്ന ഒരു നോമ്പ് കാലത്താണ് എൻ്റെ അടുത്ത് വന്നത്. അവര് ഞാൻ അവർക്ക് അവരുടെ ടോക്സോപ്ലാസ്മ എല്ലാം ചെക്ക് ചെയ്തപ്പോ ടോർച്ചൊക്കെ ഹൈലി പോസിറ്റീവ് ആയിരുന്നു രണ്ടുപേരുടെ. അപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ ഇത്രയും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു എന്നിട്ട് ഒന്നും ആയില്ലല്ലോ, ഇത്രയും വർഷമായി,
അപ്പോൾ അയാൾ കുറച്ച് ആന്റി ഡിപ്രസന്റും കുറച്ച് സൈക്കാട്രി മെഡിസിനിലേക്കൊക്കെ അയാൾ പോയായിരുന്നു. ഞാൻ അവർക്ക് കൊടുത്തത് എനിക്ക് തോന്നാം ഇച്ചിനേഷ്യ. ഞാൻ ആ കേസ് കുറെ നാൾ കഴിഞ്ഞ കേസ് ആയതുകൊണ്ടേ ഞാൻ ആ കേസ് ഞാൻ ഇവിടെ ഒരു ഡോക്ടർ വന്ന ഒരു റിസർച്ചിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് SG ബിജുവിന്റെ നേതൃത്വത്തിൽ കുറച്ച് ഡോക്ടേഴ്സ് വന്ന് എൻ്റെ കുറെ കേസ് ഷീറ്റ് എടുത്തിട്ട് പോയി. അപ്പൊ അതിൽ നിന്ന് ഇതൊരു കേസ് അവർ സെലക്ട് ചെയ്തിട്ട് കൊടുത്ത് ടോക്സോപ്ലാസ്മയും കുറഞ്ഞ ലോ AMH ഉള്ളൊരു കേസ് എങ്ങനെ സക്സസ് ആക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് അവരത് റെസല്യൂട്ടിൽ കൊടുത്തു. അത് അവര് അക്സെപ്റ്റ് ചെയ്തു. റിസർച്ചിൽ അവരെടുത്തിട്ടുണ്ട്. അതിന് കൊടുത്ത മെഡിസിൻ ടോക്സോപ്ലാസ്മയാണ്. ടോക്സോപ്ലാസ്മ 200, പിന്നെ ഇച്ചിനേഷ്യ ടിഞ്ചർ, സർസപ്പാഡില ടിഞ്ചർ. ഞാൻ ആ കേസ് ഷീറ്റ് കംപ്ലീറ്റ് ഞാൻ ആ റെസല്യൂട്ടിലെ ഡോക്ടർ റമീസ് ചെയ്ത കേസ് ഞാൻ ധനേഷ് ഡോക്ടർക്ക് അയച്ചു തന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ. ഞാൻ പെട്ടെന്ന് ഡോക്ടർ ധനേഷ് പറഞ്ഞുകൊണ്ട് അതൊക്കെയാണ് മെഡിസിൻ കൊടുത്തത് അവർക്ക്. അപ്പൊ അത് സക്സസ് ആയി, ഒരു കുട്ടിയായി. അവരതിന്റെ ഇതൊക്കെ തന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് അത് പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മളെ സമ്മതിച്ചുകൊണ്ടുള്ള തന്നിട്ടാണ് റെസല്യൂട്ടിൽ അത് അവർ അവതരിപ്പിച്ച് അതിനെ അലോപ്പതി ഡോക്ടേഴ്സും കൂടെ അത് നോക്കി അതിനെ അക്സെപ്റ്റ് ചെയ്തു. ആ കേസ് ഷീറ്റ് ഞാൻ ധനേഷ് ഡോക്ടർക്ക് അയച്ചിട്ടുണ്ട്. അത് ഇതിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. അതൊരു കേസ്. സമയം കഴിഞ്ഞോ? ഡോക്ടറെ ഇല്ല, ഒരു 10 മിനിറ്റ് കൂടെ പറയാം ഡോക്ടറെ. 10 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പൊ ഒരു കേസും കൂടെ പറഞ്ഞു. ഒരു നമ്മുടെ അനിൽകുമാർ ഡോക്ടർ പറഞ്ഞയച്ചൊരു കേസ്. ഒരു കുട്ടിയുണ്ട്, അതിനൊരു ക്യാൻസറസ് കേസാണ്. എന്നിട്ട് പിന്നീട് കൺസീവ് ആകുന്നില്ല. 2 പ്രാവശ്യം കൺസീവ് ആയി, അത് അബോർഷനായി. അപ്പൊ അങ്ങനെയാണ് അനിൽ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞയച്ചത്. ആ കേസ് വന്നപ്പോഴും ഇതുപോലെ ടോക്സോപ്ലാസ്മ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ 2 പേർക്കും ടോർച്ച് പോസിറ്റീവ് ആയിരുന്നു. അവർക്ക് കൊടുത്തത് ടോക്സോപ്ലാസ്മ. പിന്നെ ഡിഫ്തീരിയം CM ഒരു 6 ഡോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോക്സോപ്ലാസ്മ 200 കൊടുത്തിട്ടുണ്ട്. ഇച്ചിനേഷ്യ ടിഞ്ചറും കൊടുത്തിട്ടുണ്ട്, 200 കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു 4 മാസം മുമ്പ് കൺസീവ് ആയി, 4 മാസം പ്രഗ്നൻസി ആയി. അപ്പൊ അവര് റിനയിൽ പോയി. അനിൽകുമാർ പറഞ്ഞയച്ച കേസാണത്. കറക്റ്റായി. അപ്പൊ ആ ലേഡിക്ക് ഞാൻ കൊടുത്തത് പലാഡിയമാണ് കൊടുത്തത്. പലാഡിയം 50 കൊടുത്തത്. എല്ലാ പലാഡിയത്തിന്റെ ഒരു ടിപ്പിക്കൽ മെന്റൽ സിംറ്റം വെച്ചിട്ട് ആണ് കൊടുത്തത്. അവര് സോഷ്യൽ എല്ലായിടത്തും പോകുമ്പോഴൊക്കെ ഞാൻ ഒരു സിംറ്റം നോക്കിയുള്ളൂ. അവരെല്ലാ ആൾക്കാരുടെ മുമ്പിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കും. രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ കംപ്ലൈന്റ് പറഞ്ഞു ഹസ്ബൻഡുമായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കും. അപ്പോ ഹസ്ബൻഡിനെ ഉപദ്രവിക്കും, വഴക്കുണ്ടാക്കും, പ്രശ്നമാണ്. പുറമെ എല്ലാവരോടും ഭംഗിയായിട്ട് കാണിക്കും. അപ്പൊ അത് വെച്ചിട്ട് പലാഡിയമാണ്. പുറമെ എല്ലാവരോടും ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിക്കും. അപ്പൊ സിംഗിൾ റെമഡിയിലും നമ്മുടെ ശരിയാകും. ഇപ്പൊ കൺസീവായി. അനിൽകുമാർ ഡോക്ടറോട് പറഞ്ഞു. അത് ഇപ്പൊ 4 മാസമായി. റെനയിലാണ് ഇപ്പൊ കാണിക്കുന്നത്. ഡോക്ടർക്ക് അറിയാം കേസ്. ടൈം കഴിഞ്ഞോ? ഡോക്ടർ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് ആദ്യം പറയൂ, എന്നിട്ട് കടത്തിലേക്ക് പോവാം. എന്തോ? ഡോക്ടറുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് പറയൂ. എന്റെ ആരോഗ്യം കുഴപ്പമില്ല. ഒരു കേസും കൂടെ പറയാം. പറയൂ ഡോക്ടർ. അത് നമ്മുടെ ഒരു പേഷ്യന്റ് എന്റെ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോ IAPH നോക്കിയിട്ടാണോ യൂട്യൂബിൽ നോക്കിയിട്ടാണോ എൻ്റെ അടുത്തൊരു കേസ് വന്നതെന്ന് വെച്ചാൽ, ആ കുട്ടി കല്യാണം കഴിഞ്ഞ് ഇവര് 5ാം ക്ലാസ് തുടങ്ങി പ്രേമിച്ച് നടന്നൊരു കുട്ടിയാണ്. അപ്പൊ ഇതിന്റെ വീട്ടില് ആ കുട്ടി പറയുന്നത് എനിക്ക് കുറച്ച് എത്തിക്സ് ഒക്കെ ഉണ്ട്. പ്രേമിച്ച് നടക്കുമ്പോൾ നോ ഫിസിക്കൽ റിലേഷൻ. അതുകൊണ്ട് ഈ ഫ്രണ്ടിന് ഒരു ടച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതെനിക്ക് കുറച്ച് എത്തിക്സ് ഉള്ള കുട്ടി. ആ കുട്ടി പഠിച്ചു വന്നു. അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതെ തന്നെ ഈ കല്യാണം അത് തന്നെ വേണമെന്ന് വെച്ച് നിർബന്ധിച്ചു. കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് ഫസ്റ്റ് നൈറ്റ് തുടങ്ങി തന്നെ ഈ ഹസ്ബൻഡ് പറയുന്നത്, ഇത്രയും നാളും പ്രേമിച്ചു, നമ്മളെ ഇത്രയും ഇതായിട്ട് ഫിസിക്കൽ റിലേഷനോ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നീ ഇനി ഇങ്ങനെ തന്നെ നീ ഇരുന്നാൽ മതി. എന്നിട്ട്
അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അയാളുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ, ഇവളുടെ തന്നെ ഒരു ഫ്രണ്ടുമായിട്ടാണ് ഉള്ള കറക്കവും എല്ലാം. അപ്പൊ ഈ കുട്ടി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കല്യാണം കഴിച്ചതാണ്. അപ്പൊ എന്തോ ഒരു പ്രയാസം. അപ്പൊ 1 വർഷം പിടിച്ചു നിന്നു. ഇതിന്റെ ഗോൾഡും പിന്നെ പൈസയും എല്ലാം അയാൾ എടുത്തിട്ട് ഇത് ആരോടെങ്കിലും വീട്ടിൽ പറയാൻ പറ്റില്ല, ആരോടും പറയാൻ പറ്റില്ല. അവസാനം അത് 1-1.5 വർഷം കഴിഞ്ഞപ്പോ അത് വീട്ടിൽ പറഞ്ഞു. ഇവളുടെ ഫ്രണ്ടിന്റെ കൂടെ തന്നെ നടക്കും, ഫിസിക്കലും എല്ലാ റിലേഷൻഷിപ്പും ഫ്രണ്ടിന്റെ കൂടെ. അത് കഴിഞ്ഞപ്പോ ഇത് ഡിവോഴ്സായി. പിന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോ വീട്ടുകാരുടെ നിർബന്ധത്തിന് ആ കുട്ടി കല്യാണം കഴിച്ചിട്ട് പിന്നെ കുട്ടികളുണ്ടാവുന്നില്ല. അവിടെ പിന്നെ ഇവൾക്ക് വേറെ ഇതൊന്നുമില്ല. അപ്പൊ ഈ ഡിവോഴ്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് ഒരു ഫീമെയിൽ പേഷ്യന്റ് പറയുവാണ് ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുമെന്ന് ഞാൻ കേട്ടത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കേസ് ഞാൻ കേട്ടത്. അപ്പൊ അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് കുട്ടികളും ഉണ്ടാവുന്നില്ല. അപ്പൊ ആദ്യത്തെ റിലേഷനിൽ വന്ന ടെൻഷനും പകപ്പും വെറുപ്പും കൊണ്ട് ഇത് ഈ കുട്ടി മാസ്റ്റർബേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് നോക്കിയിട്ട് എന്താണ് മെഡിസിൻ കൊടുത്ത് ഞാൻ ആദ്യം ഫസ്റ്റ് പറഞ്ഞ സിംറ്റം വെച്ചിട്ട് ഞാൻ ആ കുട്ടിക്ക് പ്ലാറ്റിന CM ആണ് കൊടുത്തത്. പ്ലാറ്റിന CM കൊടുത്ത് പിന്നെ കൊടുത്തത് കുറച്ച് മെന്റലി കുറച്ച് കാമാവട്ടെ എന്ന് വെച്ചാൽ ഉറക്കമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ ഹസ്ബൻഡുമായിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഇതിന്റെ ഉള്ളില് അതിനുള്ള ആ പ്രയാസങ്ങൾ മാറുന്നില്ല. അപ്പൊ ഞാൻ കൊടുത്തത് സ്റ്റാർ ഓഫ് ബെത്ലഹേം അതാണ് കൊടുത്തത്. സ്റ്റാർ ഓഫ് ബെത്ലഹേം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു. ഒരു 5 ഡ്രോപ്പ് വെച്ചിട്ട് ദിവസം 3 നേരം കൊടുത്തു. ദൈവത്തിന്റെ കൃപ. ഹസ്ബൻഡിന് ഒരു മരുന്നും കൊടുത്തിട്ടില്ല, ഈ പെൺകുട്ടിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ പ്ലാറ്റിന CM ആ കുട്ടി കൺസീവ് ആയി. ഇപ്പൊ 5 മാസം ആരോഗ്യമായിട്ടിരിക്കുന്ന. ആദ്യത്തെ ഫ്യൂ മന്ത്സില് സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞു മോളെ ഒന്നും കുഴപ്പമില്ല, അതൊരു ഇംപ്ലാന്റേഷന്റെ പ്രശ്നമാണ്. അപ്പൊ അതിനുള്ള ആർണിക്ക് വൈബാറിന് പ്രോണിഫോളിയോ ഒക്കെ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ പ്രഗ്നൻസി പ്രോട്ടോകോൾ അനുസരിച്ചുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നു. ഒരു പ്രശ്നമില്ലാതെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഡിസ്കഷനിലേക്ക് ആവട്ടെ. അതെ, തീർച്ചയായിട്ടും ആദ്യത്തെ കേസ് തന്നെ പുതിയ ആകാശം, പുതിയ ഭൂമി, ഒരു പുതിയ ജീവിതം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് തന്നെ ഡോക്ടർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഭയങ്കര സന്തോഷമാണ് ഡോക്ടറെ, മനോജ് ഡോക്ടറെ. ഭയങ്കര എനിക്ക് മിനിഞ്ഞാന്ന് വന്നിട്ട് എന്റെ കാല് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ കൺസൾട്ടേഷൻ ഇല്ലായിരുന്നു 3 ആഴ്ചയോളം. അപ്പൊ അവനങ്ങ് സങ്കടം വന്നിട്ട് വയ്യായിരുന്നു. അവന് ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നോ മക്കൾ മരുന്ന് തരും എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, എനിക്ക് ഡോക്ടറെ തന്നെ കാണണം, എന്നെ ഒരു പുതിയ ആളാക്കിയതല്ലേ. എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണെന്നറിയാമോ. ഞാൻ നമ്മളുടെ ഒരു കൗൺസിലിങ്ങും ഞാൻ പറഞ്ഞു മക്കളെ അച്ഛനും അമ്മയുടെ കൂടെ ഇരിക്കണം. അപ്പൊ അവനിപ്പോ IELTS എഴുതാൻ ഞാൻ പറഞ്ഞു നിനക്ക് കിട്ടും, നിനക്ക് ജർമ്മനി പോകാന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ലൈഫിൽ. ഞാൻ ഹോമിയോപ്പതി പഠിച്ചതിലും ഹോമിയോ ഡോക്ടർ ആയതായാലും ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴാണ് കുറെ നമുക്കൊരു മനസ്സിനൊരു ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ മറ്റേ പേഷ്യന്റ് ആത്മഹത്യ ചെയ്യാൻ പോയ പേഷ്യന്റ് അല്ലേ, അവരിപ്പോ വർഷങ്ങൾക്ക് ശേഷം എന്നെ ഓർക്കും. ഞാൻ പറയാം എന്നെ ഓർത്ത് വന്നല്ലോ, അതാ ഞങ്ങള് മനസ്സ് വിഷമിച്ചപ്പോ ഡോക്ടറൊക്കെ വന്നില്ലേ. അപ്പൊ ഡോക്ടർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോ ഞങ്ങളെ തോന്നിച്ചല്ലേ ഇങ്ങോട്ട് വരും. ഒരുപാട് സമയം എൻ്റെ അടുത്ത് വന്നിരുന്നു, ഒത്തിരി സമയം എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ അവരിതുവഴി പോയപ്പോ ഞാൻ എന്നെ ഓർത്തല്ലോ, വന്നല്ലോ. അപ്പൊ ഞാൻ മറന്നുപോയി ആ കേസ്. ഞങ്ങൾക്കൊരു പുതിയ ജീവിതം തന്നാണ്. ഞാൻ പറഞ്ഞു പിന്നെ സൈഡ് വലിയ വന്നോ. ബുദ്ധഭിക്ഷു ചണ്ടാല ഭിക്ഷയോട് പറയുമല്ലോ, അതായത് തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാകാം എന്ന് പറഞ്ഞാൽ ഡോക്ടർ കൊടുത്ത ഓരോ പഞ്ചാര ഗുളികയും അവരിലെ അന്തരാത്മാവിനെ സ്പർശിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഹോമിയോപ്പതിയുടെ വിജയം. ഹോമിയോപ്പതി ലോകത്തിൽ പ്രതീക്ഷിക്കുന്നതും തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഞാൻ വിഷമിച്ച് ഹോമിയോപ്പതിയിലോട്ട് വന്നതാണ്. എന്നെ ഓമനപ്പൊതി എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടുകാരെല്ലാം എന്നെ കളിയാക്കിയപ്പോഴും ഞാൻ ഈ ഓമനപ്പൊതി കൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഞാൻ അതിന് എൻ്റെ അച്ഛനും അമ്മയോടും എല്ലാവരോടും എൻ്റെ ഗുരുക്കന്മാരോടും ഒക്കെ നന്ദി പറയാം. പിന്നെ ഈ വേദിയിൽ എന്നെ എത്തിച്ച ഡോക്ടർ മനോജ്, ഡോക്ടർ ധനേഷ്, ഇതിന്റെ IFPHന്റെ സാരഥികൾക്ക് 100 നമസ്കാരം. ശിരസ അവരെ നിങ്ങളെ നമസ്കരിക്കും.
അപ്പൊ ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. ഡോക്ടർ ജയലളിതയാണ് ഹാൻഡ് റൈസ് ചെയ്യുന്നത്. ഡോക്ടർ ജയലളിത സംസാരിക്കാമോ? ഡോക്ടർ ജയലളിത. ശാന്ത ഡോക്ടറെ. അതോ ഹലോ സുഖമെന്ന് വിചാരിക്കണു. സന്തോഷം ഡോക്ടറെ കണ്ടതില്. ഞാൻ ചോദിക്കാൻ വന്നത്, ഫസ്റ്റ് കേസ് ഒരു പയ്യന്റെ നാർക്കോട്ടിക്സ് എടുത്തിട്ട് വന്ന കേസില് ബാച്ച് ഫ്ലവർ റെമഡീസ് പറഞ്ഞതില് ഇംപേഷ്യൻ, ചെസ്റ്റ്നട്ട്, ചെറി പ്ലം ഒരെണ്ണം കൂടി പറഞ്ഞായിരുന്നു. അതെനിക്ക് വില്ലോ പറയാം വില്ലോ അല്ലേ? കിട്ടി. വീണ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ. വില്ലോ കിട്ടി. ബൈൽ ഡോട്ട്സ് നമ്മുടെ ഇതില് ഒരു വീഡിയോ ചെയ്ത ഡോക്ടറെ കാണില്ല. ഡോക്ടർ മനോജ് കണ്ടു ഡോക്ടറെ. വില്ലോ കിട്ടി. വീണ ഗണേഷ് പറഞ്ഞു. ബാക്കി എല്ലാ കേസുകളും വയ്യെങ്കിലും ഇത്രയും ക്ലിയർ ആയിട്ട് എഴുതി എടുക്കാൻ പാകത്തിന് നല്ലോണം മനസ്സിലാകണ വിധത്തിലും ഡോക്ടർ പറഞ്ഞു തന്നതില് വളരെ സന്തോഷം. ഒത്തിരി നന്ദി. ദൈവം കാക്കട്ടെ ഡോക്ടറെ, ഡോക്ടറിന്റെ ഫാമിലി. ഓക്കെ, താങ്ക് യു. ഇനിയും സമയമുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുള്ള ചോദിക്കാം. അതോടൊപ്പം നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒന്നൊരു വിഷയം കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എത്രയോ വർഷങ്ങളായി ഹോമിയോപ്പതി പുതിയൊരു കോഴ്സ് പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ 90കളിലാണ്. അത് കഴിഞ്ഞ വർഷം എത്രയാണ് ആലോചിച്ച് നോക്കുക. അപ്പോ കഴിഞ്ഞ ദിവസം ഇതിനൊരു അവസരം കിട്ടിയപ്പോൾ CCRHന്റെ ഒരു പ്രതിനിധിയുടെ ഹിന്ദി സെഷൻ ഉണ്ടായിരുന്നു. കുറെ സമയവും മിച്ചം വന്ന് അവരെന്നോട് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ. തീർച്ചയായിട്ടും ആ അവസരം ഉപയോഗിച്ചത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഹോമിയോപ്പതി കമ്മീഷനിലോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവസരം കിട്ടി. അവിടെ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് മുമ്പോട്ട് പോകുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാം. അതായത് ഹോമിയോപ്പതിയുടെ തന്നെ ഈ പബ്ലിക് ഹെൽത്ത് കേഡർ എല്ലാ സിസ്റ്റങ്ങൾക്കും വരുന്നുണ്ട്. ഈ പബ്ലിക് ഹെൽത്ത് കേഡർ വന്നു കഴിയുമ്പോൾ ഗവൺമെന്റ് സംവിധാനത്തിൽ ഹോമിയോപ്പതി മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ നമുക്കില്ല, അത് പഠിച്ചവരില്ല, സ്പെഷ്യലിസ്റ്റ് കേഡറില്ല, ടീച്ചിങ് കേഡറില്ല, ഒന്നുമില്ല. അപ്പൊ എങ്ങനെ മുമ്പോട്ട് പോകും? ഇത് വളരെ ഗൗരവ വിഷയമാണ്. ഇതെല്ലാം തന്നെ നമ്മൾ IPH ചർച്ച വെച്ചിരുന്നു. കുറച്ച് പേരൊക്കെ അതിനകത്ത് കേട്ടു എനിക്ക് തോന്നുന്നു. അപ്പൊ ഇനിയും ഇത്തരം കാര്യങ്ങൾ IFPHന്റെ ഒരു ഉദ്ദേശം തന്നെ അതുകൂടി ആണ്. തീർച്ചയായിട്ടും മെഡിസിൻ കൊടുക്കുക, ചികിത്സിക്കുക മാത്രമല്ല, ഈ ചികിത്സാ സംവിധാനം മുമ്പോട്ട് പോകണമെങ്കിൽ അത് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് കോവിഡ് വന്ന സമയത്താണ്. പലരും കോടതിയിൽ, സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ കോടതി കേസുകൾ നിഷ്കരണം തള്ളി. കാരണം എന്താണെന്ന് വെച്ചാൽ ഹയർ ബോഡിയിൽ നിന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലായിരുന്നു. പക്ഷെ 6/3/2020 ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രോട്ടോകോൾ ഇറക്കി കഴിഞ്ഞ ശേഷം നമുക്ക് കോടതിയിൽ കേസ് വിജയിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. എല്ലാവരും അതിൽ കൂടെ അലർട്ട് ആവുക എന്നോട് പറഞ്ഞുകൊണ്ട് എന്നിട്ട് സംശയമാണ്. ടോക്സോപ്ലാസ്മ ഡോസ് ചോദിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡോസാ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായില്ല ഡോക്ടറെ? ടോക്സോപ്ലാസ്മ അത് ഏത്? ടോക്സോപ്ലാസ്മ 30, 200 വണ്ണമൊക്കെ കിട്ടും. 200 2 നേരം കൊടുക്കും, 1 മാസമൊക്കെ കൊടുക്കും. അതെ, റിപ്പീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഡോസ് ടോക്സോപ്ലാസ്മ. അതെ, നമ്മൾ മെഡിക്കേറ്റ് ചെയ്തല്ലേ കൊടുക്കണത്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് നോസോട്സ് അല്ലെങ്കിൽ സാർക്കോട്സ് അത് ഉപയോഗിക്കുന്ന വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. കോൺസ്റ്റാന്റിൻ ഹിയറിംഗ് ആണല്ലോ അതിന്റെ ആശാൻ. ആ തുടക്കക്കാരൻ അദ്ദേഹം തന്നെ ആയിരുന്നല്ലോ. സനേഷ് എത്തിയിട്ടുണ്ട്. സനേഷ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യൂ ഡോക്ടറെ. വളരെ നല്ല പ്രസന്റേഷൻ ആണ് ഈ ഷോർട്ട് ടൈമിൽ വേദിക്ക് സമ്മാനിച്ചത്. നമ്മള് എട്ടുപിടി എന്ന് വന്നെങ്കിലും വളരെ ഗംഭീരമാക്കി എന്നുള്ളതാണ്. തീർച്ചയായും ഇതുപോലുള്ള അനുഭവങ്ങളാണ് എല്ലാവരും അറിയേണ്ടത്. കാരണം ഈ പൊതുവെ ഈ ലേഡീസിനോട് മാസ്റ്റർബേഷന്റെ കാര്യം ചോദിക്കുന്നത് പൊതുവെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കിപ്പോഴൊരു ടീൻസ് ആയിട്ടുള്ള 2 കുട്ടികളുടെ കേസ് വന്നു. കഷ്ടിച്ച് 5 വയസ്സാകുന്നു, 4 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു കുട്ടി ഭയങ്കരമായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പെൺകുട്ടിയാണ്, 2 പെൺകുട്ടികളാണ്. അതില് കമന്ന് കിടന്ന് അങ്ങനെ ആ കുട്ടി ഭയങ്കര ഈ അമ്മയുടെ മേത്ത് വരെ കയറിയിരുന്ന് അതിങ്ങനെ കാണിക്കുന്നു ഭയങ്കരമായിട്ട്. ഇപ്പൊ ഇന്നാണ് ആ കേസ് കിട്ടിയത്. അപ്പൊ നമ്മള് അത്ഭുതപ്പെടുക. അവർക്ക് തന്നെ അത് നമ്മളോട് പറയാൻ
ആദ്യം ബുദ്ധിമുട്ടാകും. ഡോക്ടറെ ചൊറിച്ചിലാന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ നമ്മളത് കൂടുതൽ ഡീപ്പായിട്ട് കേസ് എടുത്തു വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് വരുന്നതും അത് ആ കേസിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഡോക്ടർ പറഞ്ഞ പോലെ പ്ലാറ്റിന, ഹയോസ്റ്റിയാമസ് ഇങ്ങനെയുള്ള മെഡിസിൻസ് ആണ് മാസ്റ്റുർബേഷൻ ഇൻ ചിൽഡ്രൻ അങ്ങനെയുള്ള പ്ലാറ്റിന മാത്രമേ കൊടുത്തുള്ളൂ ഡോക്ടറെ. പ്ലാറ്റിന CM ആണ് കൊടുത്തത്. CM ആണ് കൊടുത്തത്. അതിനുശേഷമുള്ള ചേഞ്ചസ് എങ്ങനെയാണ്? അത് പിന്നീട് അവര് റിപ്പോർട്ട് ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും പിന്നീട് റിപ്പോർട്ട് ചെയ്തത് ആ മാസം തന്നെ കൺസീവ് ആയി. പിന്നെ അവര് പിന്നെ എനിക്ക് പ്രഗ്നൻസി പ്രോട്ടോകോളാണ് ഞാൻ പിന്നെ കൊടുക്കുന്നത്. പിന്നെ വൈബർണം പ്രോണിഫോളിയം, കൽക്കേരിയ ഫോസ്, ആർണിക്ക അതാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്ന അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ മരുന്ന്. ഭാഗ്യലക്ഷ്മി ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഹലോ ശാന്തേജി, വളരെ പെട്ടെന്ന് കേസ് പറഞ്ഞ് നല്ല കേസസ്, നല്ല അറിവ് കിട്ടി. എന്തായാലും ഇപ്പൊ ഡോക്ടർ ധനീഷ് പറഞ്ഞ ഒരു കേസും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വന്നത്. ഒരു കൊച്ചുകുട്ടിയുടെ ഇതേപോലെ ഒരു മാസ്റ്റുർബേഷൻ 2 പിള്ളേർക്ക് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് ബൂഫോർ ആണ് 30 റിപ്പീറ്റഡ് ഡോസ് ഒരാഴ്ച കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടികളുടെ ഡോക്ടർ പറഞ്ഞ പോലെ ഈ അമ്മയൊക്കെ എടുത്തു കഴിഞ്ഞാല് അതിങ്ങനെ ഇങ്ങനെ ഒരച്ചൊരച്ചിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും തടികളോ അങ്ങനെയല്ല ഈ പഴയ വീടിന്റെ ഈ വാതിൽ പടിയിലൊക്കെ പോയിരുന്ന് അതിങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുക. അതൊരു വല്ലാത്ത ഒരു ഇതായിരുന്നു. ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി, പിന്നെ ഒരു 7 വയസ്സുള്ള ഒരു കുട്ടി. ഈ 2 പിള്ളേർക്ക് ഞാൻ ബൂഫോറാണ് ഞാൻ കൊടുത്തത്. അപ്പൊ അതിന് നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൊച്ചു കുട്ടികളുടെ മാസ്റ്റുർബേഷന് ഈ ബൂഫോറാണ് നല്ല റിസൾട്ടാണ്. അതൊന്ന് പറയാനും കൂടെ ഞാൻ. തീർച്ചയായും ഇതൊക്കെ ആരും പ്രതീക്ഷിക്കാത്ത കേസുകളാണ്. കാരണം നമ്മളൊക്കെ സാധാരണ പനി, ചുമ ഇങ്ങനെയുള്ള കേസുകളെ കുറിച്ചാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കുറെ റെയർ കേസുകൾ നമ്മുടെ മുമ്പിൽ എത്തും. അപ്പൊ അത് സിനയ്ക്ക് നല്ല ആക്ഷൻ ഉണ്ട് ഡോക്ടറെ. സിന കൊടുക്കാം. ചെറിയ കുട്ടികളിലൊക്കെ ആകുമ്പോ സിന കൊടുക്കാം. ബ്യൂഫോ ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു കൺവൽഷനും കൂടെ ഉണ്ടെങ്കിൽ, ഒരു ഫെബ്രൽ കൺവൽഷനോ ഒരു എപ്പിലെപ്റ്റിക് കൺവൽഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അച്ചിട്ട പോലെ ഈ ബ്യൂഫോ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇതിന് വേറെ ലിസ്റ്റിലാകും. അത് വലിയ ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. വലിയ ആളുകൾക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ളവർക്ക് ലിസ്റ്റിലാകും. ജയലളിത ഡോക്ടറോട് എന്തോ ചോദിക്കാനോ പങ്കുവെക്കാനോ വരുന്നുണ്ട്. അതെ ഡോക്ടറെ, ഞാൻ പറയാൻ വന്നത് പെട്രോസെലിൻ എന്നുള്ള ഡ്രഗില് ഡോക്ടർ പറഞ്ഞല്ലോ മാസ്റ്റുർബേഷൻ എന്നുള്ളത്. അതില് സിവിയർ ഇച്ചിങ് ഇൻ ദ യൂറിത്തറയില് ആ ഒരു കേസ് ശരിക്കും പറയണെങ്കിൽ മറ്റേ ഒരു പൂവുണ്ടല്ലോ വെളുത്തിട്ട് ചെറുത്, ആ പൂവിന്റെ അറ്റം ഈ യൂറിത്തറയിൽ കയറ്റിയിട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ ഒരു സിംറ്റം ഉണ്ടായിരുന്നു ഒരു കുട്ടിക്ക്. അങ്ങനെ ഒരു പെട്രോസെലിനം കൊടുത്തപ്പോ അതിന് ശരിക്കും ഇൻഡിക്കേഷൻ പറയണ്ട, ഈ യൂറിത്തറയുടെ അകത്ത് ഒളപ്പിയ സ്റ്റിച്ചിങ് ആയിട്ട് ടിക്ലിംഗ് ഇൻ ഫോസാ നാവിക്കുലാരിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായില്ലേ. അപ്പൊ ഈ പെട്രോസെലിനം കൊടുത്തപ്പോ നല്ലൊരു ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാ. വെരി ഗുഡ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ കേസ് പറഞ്ഞപ്പോൾ എത്ര മെഡിസിൻസ് വരുന്നു, അത് അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. ഇത് നമുക്ക് വേറെ എങ്ങും കിട്ടില്ല. ഇത്രയും അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു വേദി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മളുടെ അറിവുകൾ വളർത്താനും ഭാവി തലമുറയ്ക്ക് വളരെ നല്ലൊരു വിജയം കൊയ്യാനുമുള്ള അവസരമാണ്. ഇത് എത്ര പേര് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം 107 പേരാണ് ഇത്രയും മനോഹരമായ ഒരു സെഷനിൽ എത്തുന്നത്. അതെ, നമ്മൾ ഓരോരുത്തരും നോക്കി അറിയാമല്ലോ നമ്മുടെ ആവറേജ് ഏജ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഡോക്ടർ അറിയാമല്ലോ, തന്നെ ഡോക്ടർ ആവറേജ് നിൽക്കും മിക്കവാറും. അല്ല, എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ PSCക്ക് കുത്തിയിരുന്ന് പഠിച്ച് റെഡിയായി കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം ശരിയാവുന്ന. പക്ഷെ നമുക്കറിയാം എത്ര പേർക്ക് കിട്ടും. പക്ഷെ അതിനൊപ്പം ഇങ്ങനെയുള്ള അറിവുകളാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അതൊരു ബാങ്ക് ബാലൻസ് ആയിരിക്കും. അതാണ് അതിലെ വ്യത്യാസം. ഡോക്ടർ വന്നിട്ടുണ്ടേ. ഡോക്ടർ സംസാരിക്കാം. എനിക്ക് ഒരു കേസ് പറയാനുള്ളത്, എനിക്ക് ഫീമെയിൽ ചൈൽഡിന്റെ മാസ്റ്റുർബേഷൻ ടെൻഡൻസിയുള്ള ഒരു കേസിന് കലയടിയും കൊടുത്തു. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് അങ്ങനെയുള്ള ആ കൺജക്ഷൻ കണ്ടവാനുള്ള അത് നല്ല അവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും. പെൺകുട്ടിയോ ആൺകുട്ടിയോ? പെൺകുട്ടിയോ ആൺകുട്ടിയോ? പെൺകുട്ടിയാണ്. കലയടി കൊണ്ട് പൂർണ്ണമായിട്ട് സുഖമാവുകയും ചെയ്തു. ബിഫോർ ആണോ കലേഡിയം?
പെട്രോസിലിനും. ഈ ഒരു 4 വ്യത്യസ്ത മരുന്നുകളാണ് വേദിക്ക് സമ്മാനിച്ചത്. സൂര്യ ഡോക്ടറെ എത്തുന്നു. സൂര്യ ഡോക്ടറെ നമുക്കൊന്ന് ഒരു ദിവസത്തേക്ക് വേണമല്ലോ. അയ്യോ സോറി ഞാൻ കൈ പൊക്കിപ്പോയി ഡോക്ടറെ. ഞാൻ 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് ബഫറാണ കൊടുത്ത് നല്ലപോലെ കംപ്ലീറ്റ് ക്യൂർ ആയിട്ടുണ്ട്. അത് ചിറ്റപ്പൻ ആ കുട്ടിയെ എപ്പോഴും ആ ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് കളി ഇങ്ങനെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ചിറ്റപ്പൻ അങ്ങ് ദുബായിൽ പോയി. പക്ഷെ ഈ കുട്ടി അതിലൊട്ടങ്ങ് അഡിക്റ്റഡ് ആയി. 2 വയസ്സേ ഉള്ളായിരുന്നു. എൻ്റെ അമ്മ വളരെ സങ്കടത്തോടു കൂടിയാ എന്ന് പറഞ്ഞ് അവിടെ ബഫറാനയാണ് കൊടുത്തത്. പിന്നെ 62 years ഉള്ള ഒരു ലേഡി സിവിയർ മാസ്റ്റുബേഷൻ, അത് പ്ലാറ്റിന 10M 50M CM കൊടുത്തത്. പ്ലാറ്റിനയ്ക്കും ബഫറാനയ്ക്കും ഭയങ്കര ആക്ഷൻ ഉണ്ട് ഇതിന്.